വെട്ടിയിറക്കുന്ന തേങ്ങ കണ്ടിട്ട് ജന്മി ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അദ്ദേഹം ചോദിച്ചില്ലേ, ഈ തേങ്ങ പൊന്നു ഗുരുവായൂരപ്പനെ കൊടുക്കാനായിട്ട് ഈ തേങ്ങയ്ക്ക് എന്താ കൊമ്പുണ്ടോ, അത്രയും സവിശേഷതയാർന്ന തേങ്ങയാണെന്ന് ചോദിച്ചില്ലേ. ആ വെട്ടിയിറക്കുന്ന തേങ്ങയ്ക്ക് എല്ലാം കൊമ്പ് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഭഗവാനെ അപമാനിച്ചില്ലേ, പൊന്നു ഗുരുവായൂരപ്പനെ കൊടുക്കാനായിട്ടുള്ള ഈ തേങ്ങയ്ക്ക് എന്താ കൊമ്പുണ്ടോ ചോദിച്ചില്ലേ. അപ്പൊ ഭഗവാൻ അങ്ങ് തീരുമാനിച്ചു, അദ്ദേഹം അങ്ങോട്ട് തീരുമാനിച്ചു, നിറച്ചു കൊമ്പങ്ങോട് കൊടുത്ത തേങ്ങയ്ക്ക്. വെട്ടിയിറക്കിയ തേങ്ങയെല്ലാം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന് തന്റെ തെറ്റ് മനസ്സിലായി, താൻ ഭഗവാനെ അപമാനിച്ചല്ലോ. അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ, കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ. ഹരേ കൃഷ്ണ. ലക്ഷ്മിയാണ്. ഒത്തിരി അമ്മമാരും ഒത്തിരി ചേച്ചിമാരും പറയണ്ടായിരുന്നു, ലക്ഷ്മിയുടെ കഥ കേൾക്കുമ്പോൾ ഉണ്ണിക്കണ്ണനോട് അടുത്തറിയാൻ സാധിക്കുന്നുണ്ട്, ഉണ്ണി അടുത്ത് വരുന്നൊരു ഫീൽ അനുഭവപ്പെടാറുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം തോന്നി. ഒത്തിരി ചേച്ചിമാരും പറയണ്ടായിരുന്നു, ലക്ഷ്മിയുടെ കഥ കേൾക്കണ സമയത്ത് കണ്ണ് നിറയാറുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഭഗവാനെ കുറിച്ചിട്ട് അറിയുക, ഭഗവാനെ കുറിച്ച് പഠിക്കുക, ഭഗവാനെ കുറിച്ച് അന്വേഷിക്കുക, ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഭഗവാന്റെ നിയോഗം കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഭഗവാന്റെ നിയോഗം കിട്ടിയവർക്ക് മാത്രമാണ് ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഭഗവാനെ കുറിച്ച് അന്വേഷിക്കാനും ഭഗവാനെ കുറിച്ച് പഠിക്കാനും എല്ലാം സാധിക്കുള്ളൂ. അല്ലാത്ത ഒരാൾക്ക് പോലും സാധിക്കില്ല. പിന്നെ നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറഞ്ഞോട്ടെ, പോസിറ്റീവ് പറയുന്നവർ പോസിറ്റീവ് പറഞ്ഞോട്ടെ. ആ നെഗറ്റീവും പോസിറ്റീവും ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഉണ്ണിക്കണ്ണന്റെ ഒരു കഥ കേട്ടാലോ. ഭഗവാന്റെ ശക്തി, ഗുരുവായൂരപ്പന്റെ ശക്തി നമുക്ക് കണ്ണുകളെ കൊണ്ട് കണ്ടു വിശ്വസിപ്പിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഭഗവാന്റെ ശക്തി നമ്മുടെ കണ്ണുകളെ കൊണ്ട് കണ്ടു വിശ്വസിപ്പിക്കാൻ സാധിക്കുക? ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് കിഴക്കേ ഗോപുര നടയിൽ മുകളിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നത് കാണുന്നത് കൊമ്പുള്ള തേങ്ങ. എങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ കൊമ്പുള്ള തേങ്ങ വന്നത്? ഇപ്പൊ ആ ഒരു തേങ്ങ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടു വിശ്വസിപ്പിക്കാൻ സാധിക്കും ഗുരുവായൂരപ്പന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം. ഗുരുവായൂർ മ്യൂസിയം എവിടെയാണെന്ന് ചോദിക്കുന്ന ആളുകളോട് വിശ്വപ്രശസ്തമായിട്ടുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ പുറകുവശത്ത് കാണുന്ന ആ ബിൽഡിങ്ങിലാണ് ഗുരുവായൂർ ക്ഷേത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ കൊമ്പുള്ള തേങ്ങ വന്നത്? ഗുരുവായൂർ ദേശത്തെ ഒരു ഗൃഹത്തിൽ ആ ഗൃഹനാഥൻ ഗുരുവായൂരപ്പന്റെ തികഞ്ഞ ഭക്തനാണ്. അദ്ദേഹം ഒരു ദിവസം തന്റെ തൊടിയിലൂടെ നടക്കുന്ന സമയത്ത് തെങ്ങെല്ലാം കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹം മനസ്സിൽ നിരീക്ഷിച്ചു, തന്റെ കന്നി വിള തന്റെ പൊന്നു ഗുരുവായൂരപ്പനെ കൊടുക്കാം, നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടായി ഭഗവാൻ ഈ കന്നി വിളയെല്ലാം അങ്ങേക്ക് സമർപ്പിക്കാനുള്ളതാണെന്ന് അദ്ദേഹം മനസ്സിൽ നിരീക്ഷിച്ചു. കന്നിവിള എന്നാ പറയാ, ആദ്യത്തെ വിളയെ കന്നിവിള എന്നാ പറയാ. അത് ദേശത്തെ ദേവനെയോ ദേവിക്കോ സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കർഷകർ നല്ല ആചാരമായിട്ട് തന്നെ ആ ചടങ്ങ് ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം മനസ്സിൽ നിരീക്ഷിച്ചു, തന്റെ കന്നിവിള തന്റെ പൊന്നു ഗുരുവായൂരപ്പനെ സമർപ്പിക്കാനുള്ളതാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടായി. കായ്ഫലം വെട്ടിയിറക്കാനുള്ള സമയമായി. അപ്പോൾ നാട് വാഴുന്ന ജന്മി നാട് കാണാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ തെങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായുള്ള തേങ്ങയെ കാണുന്നത്. ചേലത്തെ കണ്ണനെ പോലെ തന്നെ ചേലത്തെ തേങ്ങയാണ് കാണുന്നത്. കാരണം കണ്ണന് സമർപ്പിക്കാനുള്ള തേങ്ങയാണല്ലോ. ചേലത്തെ കണ്ണനെ പോലെ ചേലത്തെ തേങ്ങയാണ് കാണുന്നത്. അപ്പൊ ജന്മി വിചാരിച്ചു, ആ തെങ്ങിലെ തേങ്ങയെല്ലാം തനിക്ക് തന്നെ കിട്ടണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഗൃഹനാഥനെ സമീപിച്ചു. എന്നിട്ട് ഗൃഹനാഥനോട് പറഞ്ഞു, നാളെ ഈ തേങ്ങ വെട്ടിയിറക്കാനായിട്ട് ഞാൻ ആളുമായിട്ട് വരും എന്ന് പറയാണ്. അപ്പൊ ഗൃഹനാഥന് വളരെ സങ്കടം തോന്നി. കാരണം തന്റെ ഭഗവാനെ കൊടുക്കാനായിട്ടുള്ള തന്റെ കന്നി വിളയാണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ അങ്ങേക്ക് തരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെന്റെ പൊന്നു ഗുരുവായൂരപ്പനെ സമർപ്പിക്കാനുള്ളതാണ്, ഈ തേങ്ങ ഞാൻ അങ്ങേക്ക് തരില്ല എന്ന് പറയാണ്. അപ്പൊ ജന്മിക്ക് അപമാനം തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ദേശത്തെ ജന്മിയാണ് ചോദിക്കുന്നത്, ഈ തേങ്ങ ഞാൻ കൊണ്ടുപോകുന്നു പറയുമ്പോ ഗൃഹനാഥൻ തടുക്ക ചെയ്യുന്നത്. അപ്പൊ ജന്മിക്ക് അപമാനം തോന്നി. അങ്ങനെ ജന്മി പറഞ്ഞു, ഭഗവാൻ ഗുരുവായൂരപ്പനെ കൊടുക്കാനായിട്ട് എന്താ ഈ തേങ്ങയ്ക്ക് കൊമ്പുണ്ടോ ചോദിക്കുകയാണ്. അത്രയും സവിശേഷതയാർന്ന തേങ്ങയാണോ ഇത്? ഭഗവാനെ കൊടുക്കാനായിട്ട് എന്താ ഈ തേങ്ങയ്ക്ക് കൊമ്പുണ്ടോ ചോദിക്കുകയാണ്. നാളെ ഞാൻ ആളുമായിട്ട് വരും, എന്നെ എതിർത്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. കാരണം ഒരു ദേശത്തെ ജന്മിയെ എതിർത്തുകൊണ്ട് ആ ഗൃഹനാഥൻ അവിടെ ജീവിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. അങ്ങനെ ജന്മി പോവുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി മുഴുവൻ അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥനയായി, എന്താ കണ്ണൻ ഞാൻ ചെയ്യുക, നാളെ ജന്മി ആളുമായിട്ട് വരും. അങ്ങനെ ഗൃഹനാഥൻ രാത്രി മുഴുവൻ ഭഗവാനോട് സങ്കടം പറയാണ്, പൊന്നു ഗുരുവായൂരപ്പ, അങ്ങേക്ക് തരാനായിട്ട് ഞാൻ കരുതി വെച്ച ആ കന്നി വിള നാളെ ദേശത്തെ ജന്മി കൊണ്ടുപോകും, അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് എനിക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ജന്മി ആളുമായിട്ട് വന്നു. തെങ്ങിൽ കയറിയിട്ട് തേങ്ങയെല്ലാം വെട്ടിയിറക്കാൻ തുടങ്ങി. വെട്ടിയിറക്കുന്ന തേങ്ങ കണ്ടിട്ട് ജന്മി ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അദ്ദേഹം ചോദിച്ചില്ലേ, ഈ തേങ്ങ പൊന്നു ഗുരുവായൂരപ്പനെ കൊടുക്കാനായിട്ട് ഈ തേങ്ങയ്ക്ക് എന്താ കൊമ്പുണ്ടോ, അത്രയും സവിശേഷതയാർന്ന തേങ്ങയാണെന്ന് ചോദിച്ചില്ലേ. ആ വെട്ടിയിറക്കുന്ന തേങ്ങയ്ക്ക് എല്ലാം കൊമ്പ് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഭഗവാനെ അപമാനിച്ചില്ലേ, പൊന്നു ഗുരുവായൂരപ്പനെ കൊടുക്കാനായിട്ടുള്ള ഈ തേങ്ങയ്ക്ക് എന്താ കൊമ്പുണ്ടോ ചോദിച്ചില്ലേ. അപ്പൊ ഭഗവാൻ അങ്ങ് തീരുമാനിച്ചു, അദ്ദേഹം അങ്ങോട്ട് തീരുമാനിച്ചു, നിറച്ചു കൊമ്പങ്ങോട് കൊടുത്ത തേങ്ങയ്ക്ക്.
വെട്ടിയിറക്കിയ തേങ്ങയെല്ലാം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന് തന്റെ തെറ്റ് മനസ്സിലായി, താൻ ഭഗവാനെ അപമാനിച്ചല്ലോ. ആ വെട്ടിയിറക്കിയ തേങ്ങയുമായിട്ട് ഗൃഹനാഥനും ജന്മിയും കൂടെ ഭഗവാൻ പൊന്നുഗുരുവായൂരപ്പന്റെ നടയിൽ പോയിട്ട് ഭഗവാന്റെ പാതാര ബിന്ദങ്ങൾ ആ കഞ്ഞിവിള സമർപ്പിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചു. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി പൊന്നു ഗുരുവായൂരപ്പ, എന്നോട് ക്ഷമിക്കണേന്ന് മാപ്പം പറഞ്ഞു. ആ തേങ്ങയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് തേങ്ങയുണ്ടായിരുന്നു. വർഷങ്ങൾ പലതും കഴിഞ്ഞതിന്റെ പേരിൽ പലതും നശിച്ചു പോയി. ഇന്നും നശിക്കാത്ത ഒരു അപൂർവ നിധിയായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഗുരുവായൂരപ്പന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ തീർച്ചയായിട്ടും പോകുന്നവർ ആ ഗുരുവായൂർ ക്ഷേത്രം മ്യൂസിയത്തിൽ പോയിട്ട് ആ ഒരു തേങ്ങ കാണാനായിട്ട് ശ്രമിക്കുക. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.